പൂള, ചോറ്, ചപ്പാത്തി എല്ലാത്തേക്കും പറ്റിയൊരു മുളകിടലാട്ടത്. മുളകിടാനുള്ള സാധനങ്ങളത് മുറ്റത്തുനിന്നാണ് മുളകിടുന്നത് കേട്ടോ. തക്കാളിയും കാന്താരി മുളകും സവാളയും 4 തക്കാളി, ചെറിയ 2 സവാളയൊക്കെയാണ് കേട്ടോ. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഉലുവ പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. മുറ്റത്തുനിന്നായതുകൊണ്ട് ഇങ്ങനെ ഒക്കെ അവിടെ ഇറക്കി കൊണ്ടുവന്നൊക്കെയാണ്. ഉള്ളിയൊക്കെ ഞാനിങ്ങനെ കുത്തിച്ചതച്ച് തീക്കാൻ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ജീരുള്ളിയൊക്കെ ഇട്ടോ രസാട്ടോ. ഇങ്ങനെ മുളകിട്ടാൽ മുളകൊക്കെ ചോറുക്കും ചപ്പാത്തിക്കൊക്കെ നല്ല മത്തിയാണ്. ചെറിയ കുഞ്ഞമ്മത്തിനായതുകൊണ്ട് അകത്തും ഇപ്പോൾ മിക്സി എടുത്ത് കാറൊന്നും ആവില്ല. ഇങ്ങനെയൊക്കെ കുത്തിച്ചതച്ചിട്ടാൽ മതി. എന്നാലും ഒരു ടേസ്റ്റിനൊരു കുറവും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് മുളകിടൽ. വെളുത്തുള്ളി കുറച്ച് കാന്താരി ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ഒക്കെ കേക്ക് വൃത്തിയാക്കിയതാണ്. കുത്തറിലൊക്കെ ഉണ്ട്, അതിപ്പോൾ അങ്ങോട്ട് എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ മതി. ഉള്ളി വാടി വരുന്നുണ്ടായിരിക്കും. ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചതച്ചതും കൂടി തന്നെയെങ്കിലും ഇതേപോലെ ഒന്ന് മുളകിട്ട് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇനി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം വെന്ത് കായാവണം കേട്ടോ. ഈ എണ്ണയിൽ കടന്ന് നല്ലോണം ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ അതുവരെ നല്ലോണം വെന്ത് വാട്ടിയിട്ട് കായായണം. ഉള്ളിയും തക്കാളിയും പൊടികളൊക്കെ പാടെ ഈ എണ്ണയിൽ കടന്നിട്ട് പുളിവെള്ളം മുഴുവനായി കാങ്ങണേ. മസാല ഞാൻ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് തോനെ കറി വേണം, അതുകൊണ്ട് അതിൽ കൊള്ളൂല. മീനൊക്കെ ഇടുമ്പം കറി നിറഞ്ഞു വരും. അപ്പം മണ്ണിൻ്റെ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തേക്കാണ്. കറിക്ക് നല്ലൊരു ഇത് കിട്ടാൻ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണിൽ 1/2 സ്പൂണ് മൈദപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മൈദപ്പൊടി തന്നെ വേണമെന്നില്ല, അരിപ്പൊടി ആയാലും മതി. നല്ലൊരു കൊഴുപ്പാണ് ഈ കറിക്ക്. കൊഴുപ്പല്ല, കറിക്ക് നല്ലൊരിതാണ്. കുറച്ച് കട്ടിയുണ്ടാവും. മല്ലിപ്പൊടി പിന്നെ അതിൽ ചേർത്തിട്ടില്ല കേട്ടോ. മീൻ ഇതിൻ്റെ കൂടെ തന്നെ തിളക്കാനൊന്നും നിൽക്കണ്ട. വെള്ളമൊക്കെ പാകാക്കിയിട്ട് അപ്പം തന്നെ മീനിട്ട് കണ്ട് കൂടെ ഒന്നിച്ചിട്ട് തിളപ്പിച്ചിട്ടോ. മീൻ ആ വെള്ളത്തിൽ ആദ്യമേ ഇട്ട് കൊടുക്കണം. തിളച്ചിട്ടിടാൻ നിൽക്കരുത്, അപ്പോഴേ ആ കറിക്കൊരു രുചി ഉണ്ടാവുള്ളൂ. ചപ്പാത്തി, പൂള, ചോറ് ഒക്കെ എല്ലാത്തേക്കും രസമാട്ടോ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി വെച്ചാൽ. എരും പുളിയൊക്കെ വേണമാണ്. കരിവേപ്പിലൊക്കെ വാടി ഇങ്ങനെ നിൽക്കട്ടെ. നല്ല രസമുള്ള കറി.
ഒരു ചട്ടിൻ്റെ ഇലയാണ്. ഒരരി തിളച്ച് വരുന്നുണ്ട്. അതിൽ മല്ലിപ്പൊടി തീരെ ചേർത്തിട്ടില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഇങ്ങനെ ഒരു മീൻകറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രസമാണ് മീൻകറി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.